കഴിഞ്ഞ ആഴ്ച ലോകത്ത് നടുക്കിയ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. വെനസ്വേലയിലെ പ്രസിഡന്റായ നിക്കോളാസ് മദൂറോയെ അമേരിക്കൻ സൈന്യം വന്ന് അർദ്ധരാത്രി തട്ടിക്കൊണ്ടുപോയി. ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. ഇതിനായി അമേരിക്ക കണ്ടെത്തുന്ന കാരണങ്ങളാണ് ഇതിലും വലിയ കോമഡി. ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അമേരിക്കൻ്റെ ലക്ഷ്യം എന്താണ്. അതായത് വെനസ്വേലയിലെ ഓയിൽ റിസർവുകൾ എന്താണ് കൈയടക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഇറാനിലോ അല്ലെങ്കിൽ ദുബായിലോ UAE-ലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഖനികളുള്ളത് വെനസ്വേലയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾഡ് മൈനുകളുള്ളത് വെനസ്വേലയിലാണ്. അപ്പോൾ ഇതൊക്കെ കൈയടക്കുക എന്നുള്ളതാണ് അമേരിക്കൻ്റെ ലക്ഷ്യം. ഈ ഒരു സംഭവം അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് തന്നെ മനസ്സിൽ വരുന്നത് നമ്മൾ ഇറാഖിന് മുമ്പുണ്ടായ അമേരിക്കൻ്റെ അധിനിവേശമാണ്. അതായത് ഈ അമേരിക്കക്കാർ വന്നിട്ട് ഇറാഖിലെ സൈന്യത്തെ അട്ടിമറിച്ചിട്ട് എന്താണ് എണ്ണ ഊറ്റാണ്. എന്തിനുണ്ട്? അവിടെ മാസീവ് വെപ്പൺ ഓഫ് ഡിസ്ട്രക്ഷൻ, അതായത് ഒരു അണുബോംബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് ഇങ്ങനെ ഫുൾ തകർക്കാണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് അവിടെ ഒരു അണുബോംബ് പോയിട്ട് ചെറിയൊരു ബോംബ് പോലും കണ്ടെത്താനായില്ല എന്നുള്ളതാണ്.